അവിയൽ വെക്കാൻ മേടിച്ച മത്തങ്ങ ബാക്കി വന്നപ്പോൾ എന്നാൽ ശരി നമുക്കൊരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ട് അതിന് കണക്കിനുള്ള വെള്ളം ഒഴിച്ച് അത് നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ വെന്ത മത്തങ്ങയിട്ട് ഉടച്ചെടുക്കുവാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പയ്യെ പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് പൊടിയും ചേർക്കാം കേട്ടോ, മൈദയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ. ഇപ്പോൾ ഇതിൽ ഞാൻ അരിപ്പൊടിയാണ്, കാരണം അരിപ്പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു തീയിലാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഉണ്ടയാക്കി എടുത്തിട്ട് വറുക്കാനാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ചൂടോടുകൂടി ഈ അരി കുഴച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് അതൊന്ന് വേവുമല്ലോ, പിന്നെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് വേവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അല്ലാണ്ടെയും കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഉടനെ തീ ഓഫ് ചെയ്തു. ചെറിയ ചൂടോടുകൂടി ഞാനിങ്ങനെ ഉണ്ട കുഴക്കുവാണ്. അപ്പോൾ ആദ്യം ഒന്നും ഷേപ്പല്ല, പിന്നീട് ഞാനത് ഒന്നും കൂടി ഉരുട്ടി ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് പിന്നീട് സ്റ്റീം ചെയ്ത് തുറക്കുമ്പോൾ നിങ്ങൾ നല്ല ഷേപ്പിൽ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിയെങ്കിൽ കാരണം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഷേപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 22 ലഡ്ഡൂസ് കിട്ടി. അപ്പോൾ അതിൽ ഞാൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്, കുറച്ച് വേവിച്ചിട്ട് നോക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് പരീക്ഷണാർത്ഥം ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് പകുതി ഒന്ന് ഉടച്ച് ഇട്ടാണ് അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സംഭവം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി അത് ചൂടിലുള്ള കുഴച്ചെടുത്തത്. അപ്പോൾ അധികം ടൈം വേണ്ട ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പം അതിന് പ്ലേറ്റായിട്ട് ഓടി വരുവാണേ. ചൂടാണ് ആറായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ആവിയിൽ വെന്ത ഉണ്ടകൾ റെഡി ആയിട്ടാവും. ഉണ്ടകൾ എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, നമുക്ക് അതിൻ്റെ പേരിടണമല്ലോ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയത് കാരണം, അതായത് ഫ്രൈഡ് ആയിട്ടുള്ളത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് കൂടുതലും ഫ്രൈഡ് ആയതാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മൊത്തം നമുക്ക് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തത് പെട്ടെന്ന് നമുക്ക് കഴിച്ച് തീർന്നു പോകും, അത്രയ്ക്കും ടേസ്റ്റാണ്. കാരണം ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിനൊരു ഫ്ലേവർ ഒരു ഡിഫറെൻ്റ് ആയിട്ട് മാറുമ്പോൾ അത് കഴിക്കാൻ ഒരു പ്രത്യേക സുഖം കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നോക്കിയിട്ട് ഒരു പേര് ഇടണം കേട്ടോ, എന്നിട്ട് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രൈഡ് പംകിൻ ബോൾ റെഡി ആയിട്ടുണ്ട്. ഈ പേര് കൊള്ളാം അല്ലേ. അപ്പോൾ ട്രൈ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.